ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിവേഴ്സിന് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് യൂണിവേഴ്സിന് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് യൂണിവേഴ്സിന് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അതാണ് നമ്മളോട് നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടവർ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ്, ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻസ്, ചാരിയോട്ട് കാർഡ്. ഇത്തരം കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഫൂൾ കാർഡ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ദ എംപ്രസ് കാർഡ്, 8 ഓഫ് വാൻസ്, ടെമ്പറൻസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു കാര്യം മാത്രമല്ല, ഒരു മുഴുവൻ യാത്ര, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് വെറുതെയല്ല. ഇത് നിങ്ങളെ കുറേയേറെ മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പാണ്. കുറേയേറെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഗ്രോത്ത് ചെയ്യിക്കാൻ, നിങ്ങളുടെ ഗ്രോത്തിന് കാരണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അനുഭവങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് കാർഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് ആദ്യം നിങ്ങളോട് പറയുന്നത് ഈ ഒരു ബന്ധത്തിനായിട്ട് നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹവും സമയവും കെയറും പരിശ്രമവും ഒരിക്കലും പാഴായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇപ്പോൾ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ അത് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്പം ഞാൻ ഇത്രയും നാള് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇട്ട എഫേർട്ട് എല്ലാം വെറുതെ ആയി പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, അത് പാഴായി പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ പല രാത്രികളിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവാം, ഞാൻ ഇത്രയും സ്നേഹിച്ച് ആ ഒരു വ്യക്തി ഞാൻ ഇത്രയും സ്നേഹിച്ചു പോയത് ഒരു തെറ്റായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ശരിക്കും നമ്മളെ തന്നെ ഒരു ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് പലപ്പോഴും വ്യക്തികൾ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്, എൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ട് ഞാൻ ഒത്തിരി സ്നേഹിച്ചു, ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, ഒത്തിരി അറ്റാച്ച്മെന്റ് ഒന്നും ഞാൻ കൊടുക്കരുതായിരുന്നു, എൻ്റെ കുറെ കാര്യങ്ങൾ കൂടി നോക്കി ഞാൻ നിൽക്കണമായിരുന്നു, അവരിനി പോയാലും പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വന്നേനെ, ഞാൻ ഇത്രയും ഒരു ആത്മാർത്ഥതയോടെ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ചത് തെറ്റായതുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പം യൂണിവേഴ്സ് ഇവിടെ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളോട്, അല്ല, സ്നേഹിച്ചത് തെറ്റായിരുന്നില്ല, പക്ഷെ ആ ഒരു സ്നേഹം നിന്നെ തന്നെ നീ തിരിച്ചറിയാനായിട്ട്
പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പലർക്കും പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴും അതിനുശേഷവും മനസ്സിലായ ഒരു കാര്യം തന്നെയായിരിക്കാം. നമ്മളെ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പൊ യൂണിവേഴ്സ് അതാണ് പറഞ്ഞു തരുന്നത്. ആ ഒരു സ്നേഹം ആദ്യം നിന്നെ തന്നെ തിരിച്ചറിയാനായിട്ട് പഠിപ്പിക്കേണ്ടതിനായിരുന്നു എന്നുള്ളത്. അപ്പം ചില വിത്തുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം മുളയ്ക്കും. ചിലത് കുറെ നാൾ അങ്ങനെ മണ്ണിന്റെ അടിയിൽ കിടന്നതിന് ശേഷം മഴയും അതിന്റെ ഒരു സമയമൊക്കെ കാത്തിരുന്ന് അതിനുശേഷമായിരിക്കും അത് മുളയ്ക്കുക. അപ്പോൾ ഇപ്പോ നിങ്ങളായിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പും അത്തരത്തിലുള്ള ഒന്നാണ് എന്നാണ് യൂണിവേഴ്സിറ്റി നമുക്ക് പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടവർ കാർഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈഫിൽ ജീവിതം ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജീവിതത്തിൽ ഒത്തിരി പെട്ടെന്ന് കുറേയേറെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അതായത് ഒരു വഴക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ, എല്ലാം ഈ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞതുപോലെ തോന്നുന്ന ഒരു സമയം. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ അപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, എനിക്ക് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്, ഞാൻ ആർക്കും ഒരു ഉപദ്രവത്തിനും പോകാത്തൊരു വ്യക്തിയാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് പഴയ അടിത്തറയിൽ പുതിയ ജീവിതം പണിയാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യം ആ ഒരു തകർച്ച ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ആ പഴയ പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ആ പഴയ അടിത്തറ മാറ്റിയിട്ട് പുതിയതായിട്ട് നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അടിത്തറ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വേണം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഒരു തകർച്ച ഉണ്ടായത് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ടവർ വന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, ആ ഒരു സത്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട് തന്നെയാണ് ആ ടവർ സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു കാർഡ് വഴി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ വെറും ഒരു താൽക്കാലിക ബന്ധത്തിന് വേണ്ടിയിട്ടല്ല ജനിച്ചിട്ടുള്ളത്. കുറച്ച് നിങ്ങൾ അർഹിക്കുന്നത് ഒരു സുരക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ബഹുമാനമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അത് ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് പാതി വഴിയിൽ അവസാനിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ അത് ജീവിതത്തിൽ യൂണിവേഴ്സ് തന്നെ അത് മാറ്റിവിടുന്നതാണ് നിങ്ങൾ അതിൽ നിന്ന്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളെ ജീവിതം മാറ്റി മറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ അർഹിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള, ബഹുമാനിക്കപ്പെടുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 8 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബന്ധങ്ങൾ ഭാഗ്യം കൊണ്ട് മാത്രമല്ല, കുറച്ച് പരിശ്രമം കൊണ്ടും നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ചിലവരൊക്കെ വിചാരിക്കുന്ന ഒരു ഫെയ്ത്ത് കൊണ്ടാണ് ഈ ഒരു ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, നമ്മുടെ എഫേർട്ട് കൊണ്ടും ബന്ധങ്ങൾ നിലനിൽക്കും എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞു തരുന്നത്. അതായത് സ്നേഹം മാത്രം മതിയാവില്ല ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ. അവിടെ കുറച്ച് ട്രസ്റ്റ് വേണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ വേണം, പരസ്പര ബഹുമാനം വേണം, ക്ഷമ വേണം. ഇത് ഈ വിശ്വാസം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്ട്, പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മളിടുന്ന എഫേർട്ടാണ്, അല്ലാതെ ഇത് ഒരു വിധിയുടെ പുറത്ത് വരുന്ന ഒരു കാര്യമല്ല. അപ്പം അതാണ് പറയുന്നത്, പരിശ്രമം കൊണ്ട് റിലേഷൻഷിപ്പ് നിലനിർത്താനായിട്ട് പറ്റും എന്ന് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ ഇവയെല്ലാം ദിവസവും നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ബന്ധം നിങ്ങളെ അതാണ് ശരിക്കും പഠിപ്പിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വഴി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് യൂണിവേഴ്സ് ശ്രമിച്ചത് അതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഇതൊരു പ്രതീക്ഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള സ്റ്റോറി ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇനി അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, ഇനി ഞങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലും കണക്ട് ആകാനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ വാർത്ത, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു മെസ്സേജ്, അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അതുവഴി വീണ്ടും ജീവിതം മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സൂചന നൽകുന്ന ഒരു കാർഡാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു കാർഡാണ് ഈ നമുക്ക് പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ചാരിയോട്ട് കാർഡാണ്. ചാരിയോട്ട് കാർഡിലേക്ക് വരുമ്പം ഇത് ദിശ തിരഞ്ഞെടുക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നു, നീ ഒരു ഭൂതകാലത്തിന്റെ ഒരു കാലത്തിൽ അങ്ങനെ ജീവിച്ച് തുടരാനാണോ പോകുന്നത്, അതോ നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഒരു
കാര്യങ്ങൾ തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ നീ തീരുമാനിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സ് ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നിന്റെ ജീവിതത്തിന്റെ ഡ്രൈവർ നീ തന്നെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണം, അല്ലാതെ മറ്റാരും വന്നിട്ട് നിന്നെ പുഷ് ചെയ്ത് മുന്നോട്ടേക്ക് വിടില്ല. മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സിനോട് പറഞ്ഞു തരുന്നത്. അല്ലാതെ ആ പാസ്റ്റിലെ പ്രശ്നങ്ങളെല്ലാം പിടിച്ചിട്ട് ആ പാസ്റ്റിലെ വിഷമങ്ങളിലെല്ലാം വീണ്ടും അവിടെ തങ്ങിക്കിടന്ന് അവിടെ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സിറ്റി ചാരിയറ്റ് കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 4 ഓഫ് പെന്റക്കിൾസ് വരുന്നുണ്ട്. ഇത് ശരിക്കും ഈ 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാൻ പഠിക്കൂ എന്നുള്ളതാണ് 4 ഓഫ് പെന്റക്കിൾസ് വഴി യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ആ ഒരു പഴയ വേദനയും പാസ്റ്റിലെ പ്രശ്നങ്ങളും അഹങ്കാരം, അതുപോലെ ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ, കൂടാതെ മുറുകെ ഇങ്ങനെ പിടിച്ച് നമ്മളത്, അല്ലെങ്കിൽ ആ ഓർമ്മകളിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് തന്നെ പുതിയതായിട്ടൊന്നും നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് ആ ഒരു നമ്മളത് വിട്ടുകളയുന്നില്ല, നമ്മളത് പിടിച്ച് നമ്മളിൽ തന്നെ നിർത്തിക്കുകയാണ്. നിരാശയോ ആയിക്കോട്ടെ, വേദന ആയിക്കോട്ടെ, ഈഗോ ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മളിൽ തന്നെ പിടിച്ചു നിർത്തിക്കുമ്പോൾ പുതിയതായിട്ടൊന്നും നമ്മളിലേക്ക് അത് തട്ടി അവിടെ പോവാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കടന്നു വരുന്നില്ല നമ്മുടെ ലൈഫിലേക്ക്. അപ്പൊ പുതിയ അനുഗ്രഹങ്ങൾക്ക് അവിടെ ഒരു ഇടയുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു അതൊക്കെ ഒന്ന് വിട്ടുകളയോ, അപ്പോഴാണ് പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസ് വഴി പറഞ്ഞു തരുന്നത്. പിന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഫുൾ കാർഡാണ്. ഈ ഒരു ഫുൾ കാർഡ് പുതിയൊരു തുടക്കത്തെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരും. ആ ഒരു പുതിയ തുടക്കത്തെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ അധ്യായം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ആ ഒരു പഴയ വ്യക്തിയോടൊപ്പം ആകാം, അല്ലെങ്കിൽ പുതിയൊരു വഴിയിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പേടിക്കേണ്ട കാര്യമില്ല. ട്രസ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. അടുത്തൊരു ചുവടിന് വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂണിവേഴ്സ് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടേ നടത്തി തരുള്ളൂ എന്നുള്ള ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സിനോട് പറഞ്ഞു തരുന്നത്. ആ ഒരു ട്രസ്റ്റിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോഴും നമുക്കിവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ആ പുതിയൊരു അധ്യായം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ഒരു പഴയ വ്യക്തിയോടൊപ്പം ആകാം, അല്ലെങ്കിൽ പുതിയൊരു വഴി ആകാം എന്നുള്ളൊരു കാര്യം. 2 കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ സത്യം വൈകിയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തും എന്നുള്ളതാണ്. അപ്പൊ നിശബ്ദമായിട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലിടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടും എല്ലാം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ഒരു നിശബ്ദമായിട്ട് കിടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരു സമയത്ത് അത് പെട്ടെന്ന് മുന്നോട്ടേക്ക് വരാം. ആ ഒരു സത്യങ്ങൾ വെളിയിൽ വരാം. അപ്പൊ ഒരിക്കലും സംസാരിക്കാതിരിക്കാൻ, ഇനി സംസാരിക്കാനേ വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ബ്രേക്കപ്പ് പോയി ഇനി അവർ തമ്മിൽ യാതൊരു വിധത്തിലൊരു കോണ്ടാക്ട് വരില്ല, അത്ര വെറുത്ത് പോയി, അല്ലെങ്കിൽ അത്രയേറെ ദേഷ്യത്തിലാണ്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കാത്തവർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പറയാതെ പോയ കുറേയേറെ സത്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ നിർണായകമായ കുറെ കോൺവെർസേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ദിശ മാറ്റാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് സോൾസ് പറഞ്ഞു തരുന്നത്. പിന്നെ എംപ്രസ് കാർഡാണ് പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിന്റെ മൂല്യം നീ മറക്കരുത് എന്ന യൂണിവേഴ്സോട് പറഞ്ഞു തരാണ് ഈ ഒരു കാർഡിലൂടെ. അതായത് നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ കോൺഫിഡൻസ്, ഇതൊന്നും നിങ്ങൾ മറന്നു കളയരുത്. യൂണിവേഴ്സ് ഈ റീഡിങ്ങിൽ ഏറ്റവും പ്രധാന സന്ദേശം ഇവിടെ നൽകുന്നതെന്ന് വെച്ചാൽ നീ ആരുടെയെങ്കിലും അംഗീകാരത്തിനായി ജനിച്ചവനോ ജനിച്ചവളോ അല്ല എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്, ബഹുമാനിക്കപ്പെടാൻ അർഹരാണ്. നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഹാപ്പി ആയതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരിക്കും, ആ ഒരു പേഴ്സൺ സാഡ് ആയതുകൊണ്ട് ഞാൻ സാഡ് ആയിരിക്കാം. അങ്ങനെയല്ല, നിങ്ങൾ സ്നേഹിക്കപ്പെടാനും റെസ്പെക്ട് ചെയ്യാനും എല്ലാത്തിനും യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു അംഗീകാരത്തിനായി കാത്തു നിൽക്കേണ്ട ഒരു പേഴ്സൺ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഇത് വേഗത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വഴി യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നീണ്ട നാളുകളായിട്ടുള്ള ഒത്തിരി നാളുകളായിട്ട് നിശബ്ദമായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്രേക്ക് ആയിരുന്ന കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ആയിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതൊരു കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയിരിക്കാം. ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത്, ഈ റിലേഷൻഷിപ്പിനകത്ത് വരുന്നു എന്നുള്ളതാണ്. ജീവിതം വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ് ഇത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സഡൻ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ട് അവർ മുന്നിൽ വന്ന് കാണുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആകാം, അത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു ടെമ്പറൻസ് കാർഡ് വഴി യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ടെമ്പറൻസ് കാർഡിലൂടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻസോടുകൂടി കാത്തിരിക്കണം, ക്ഷമ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ ഒരു ശരിയായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ബലമായിട്ട് ഒന്നും നേടിയെടുക്കേണ്ടത് നിങ്ങളുടേതായത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ പലപ്പോഴും പല സമയത്തും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം, ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ആ ഒരു സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും പിന്നീട് പലപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം. അത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുമായിരിക്കാം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, അന്ന് ഞാനിത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ്, അന്ന് എനിക്കിത് കിട്ടിയില്ല, പക്ഷെ ഇപ്പോ എനിക്കിത് കിട്ടി, എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന സമയത്ത് തന്നെ അത് എനിക്ക് എൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തന്നു യൂണിവേഴ്സ് എന്ന് പലർക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക കമന്റിൽ. അപ്പം യൂണിവേഴ്സിന് അറിയാം അത് ഏത് സമയത്താണ് നമ്മളുടെ അടുത്ത് കൊണ്ട് തരേണ്ടതെന്നറിയാം. ആ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ആരുടെ അടുത്തൊന്നും പിടിച്ച് പറിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെ ബലമായിട്ട് സ്നേഹിപ്പിക്കാനോ സ്നേഹം ഇല്ലാതാക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സുകളെ നിയന്ത്രിക്കുക, നമ്മുടെ ഫീലിങ്സുകളെ പോസിറ്റീവാക്കി എടുക്കുക, വൈബോട് കൂടി ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്നേഹം പിടിച്ചു വാങ്ങിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്ര വൈകിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ഈ ഒരു ടെമ്പറൻസ് കാർഡിലൂടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 2 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഒരാളുടെ മാത്രം തീരുമാനത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് യൂണിവേഴ്സോട് പറഞ്ഞു തരുന്നത്. അപ്പം യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വഴി കാണിക്കും, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരും, പക്ഷെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഫ്യൂച്ചർ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളൊരു പാസ്റ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലരുടെയും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്, അപ്പം ഈ സൈഡിൽ ഒരു വഴിയുണ്ട്, ഇത് തന്നെയാണ് 2 വഴികൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് അവസരങ്ങൾ തരുന്നുണ്ട്, എന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകും. ചിലവർക്ക് അത് ശരിയാവും, ചിലവർക്ക് അത് ശരിയാവില്ല. അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അവസരങ്ങൾ ഞാൻ നിന്റെ മുന്നിൽ വെക്കും, പക്ഷെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ആ ഒരു ഭൂതകാലത്തെ പിടിച്ച പാസ്റ്റിൽ തന്നെ അങ്ങനെ നിൽക്കണോ, അതോ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നടക്കണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെത് മാത്രമായിരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സോട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു റീഡിങ്ങിന്റെ ഒരു സമ്മറൈസ് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങളെ തകർക്കാനായിട്ടല്ല, പിന്നെയോ നിങ്ങളെ കൂടുതലൊന്ന് ശക്തനാക്കാൻ അല്ലെങ്കിൽ ശക്തയാക്കാനായിട്ടാണ്. അപ്പൊ നഷ്ടപ്പെട്ടതിൽ മാത്രം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് കണ്ണുവെച്ചിങ്ങനെ ഇരിക്കരുത്. അതിൽ നിന്ന് നീ എന്തൊക്കെ പഠിച്ചു എന്നും, നീ എന്തോരം ഗ്രോത്ത് ആയെന്നും, അതിൽ നിനക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായെന്നും, ഇനി നിനക്കായിട്ട് തുറക്കാൻ പോകുന്ന പുതിയ വാതിലുകൾ ഏതൊക്കെയാണെന്നും അത് കണ്ടുപിടിക്കാനും അത് കാണാനായിട്ടൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്നേഹം ഒരിക്കലും ഒരു ഫിയറിന്റെ അല്ലെങ്കിൽ ഒരു ഭയമുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും സ്നേഹം വളരില്ല. അത് ഇപ്പം എങ്ങനെയായാലും, ഇപ്പം ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് കൂടെ നിൽക്കുമ്പോൾ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ഭയമായിരിക്കും, ഇവർ ഇനിയും അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് പോകുമോ, അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ സ്നേഹം വളരില്ല. ആ ഒരു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കുകയുള്ളൂ. ഇനി പുറത്തുനിന്നുള്ള ആരെങ്കിലും ത്രിട്ടൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോലും അവിടെയും ഒരു ഫിയർ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭയമുള്ള സ്ഥലത്ത് ഈ ഒരു സ്നേഹം വളരില്ല എന്നുള്ളതാണ്. അപ്പം വിശ്വാസവും ബഹുമാനവും സമാധാനവും ഉള്ളിടത്താണ് അത് ആ ഒരു സ്നേഹം ഉണ്ടാകുന്നത്. അപ്പൊ ആ സമാധാനത്തിലേക്ക്
ഞാനിപ്പോൾ നിങ്ങളെ, അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ പതിയെ പതിയെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ലോയോടൊപ്പം പോകാനായിട്ട് ശ്രമിക്കുക. ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങിന് നമ്മൾ ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കും. Thank you for watching.